ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു അമ്മയും അമ്മയുടെ കുഞ്ഞു മകളും കൂടെ ഒരു ഒട്ടകത്തെ കണ്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞ് ഒരു ക്യാമലിനെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഒത്തിരി കുഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ, ഈ ഒട്ടകത്തിൻ്റെ മുതുകിൽ എന്താണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ദൈവം കൊടുത്തതാണ് ഇങ്ങനൊരു ഹമ്പ്. അതായത് ഒട്ടകം ജീവിക്കുന്നത് മരുഭൂമിയിലായതുകൊണ്ട് അതിനെപ്പോഴും ആഹാരം ലഭ്യമല്ല, വെള്ളവും ലഭ്യമല്ല. അതുകൊണ്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു അവയവം കൊടുത്തിരിക്കുന്നതെന്ന് ആ മകളോട് പറഞ്ഞു. അപ്പോൾ ഉടനെ കുഞ്ഞിന് അടുത്ത സംശയം, അമ്മ, എന്തുകൊണ്ടാണ് ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് ഇത്ര നീളം? അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് മരുഭൂമിയിൽ മണലിൻ്റെ മുകളിലൂടെ നടക്കുന്നത് കൊണ്ട് അത് വീഴാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് നീളമുള്ള കാല് ദൈവം ഈ ഒട്ടകത്തിന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും അടുത്ത ചോദ്യം, അമ്മ, ഇതിൻ്റെ കണ്ണുകളുടെ പീലികൾ ഇത്ര നീളം കൂടിയത് എന്തുകൊണ്ടാണ്? നമുക്കൊന്നും അത്ര നീളമുള്ള ഐലാഷസ് ഇല്ലല്ലോ എന്ന് ഈ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, മരുഭൂമിയിൽ എപ്പോഴും പൊടിക്കാറ്റുണ്ട് മോളെ. അപ്പോൾ ഈ പൊടി അതിൻ്റെ കണ്ണിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ് ഈ ഒട്ടകത്തിന് ഇങ്ങനെ നീളമുള്ള തിക്കായിട്ടുള്ള ഐലാഷസ് അല്ലെ കൺപീലികൾ കൊടുത്തിരിക്കുന്നതെന്ന് ഈ അമ്മ മകളോട് പറഞ്ഞു. അപ്പോൾ ഉടനെ മകൾക്ക് മറ്റൊരു സംശയം, അമ്മ, നമ്മളിപ്പം വന്നിരിക്കുന്നത് സൂവിലല്ലേ, കാഴ്ച ബംഗ്ലാവിലല്ലേ? അപ്പം കാഴ്ച ബംഗ്ലാവിലെ ഒട്ടകത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അത് അമ്മയെ ഒത്തിരി ചിന്തിപ്പിച്ചു, നമ്മളെയും ചിന്തിപ്പിച്ചില്ലേ? നമ്മളൊരു റോങ് പ്ലേസിലാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ഒരു പ്രയോജനമില്ല കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിനെ ഫേവർ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ആ താലന്തുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മ ഒരു അടിമയെ പോലെ ആയിപ്പോകും. നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ കിളികളെ വളർത്താറുണ്ട്. വളരെ സ്നേഹിച്ച് വളരെ ലാളിച്ച് നമ്മൾ അതിനെ സംസാരിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ ആ കിളികൾക്ക് ഒരു കുറവുമില്ല അല്ലേ? പാല്, പഴം, തേന് എല്ലാം അതിന് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് കിട്ടേണ്ടതൊന്നുമില്ല കേട്ടോ. കാരണം അതിൻ്റെ ചിറകുകൾക്ക് സ്വാതന്ത്ര്യമില്ല. ദൈവം അതിൻ്റെ ചിറകുകളെ നൽകിയിരിക്കുന്നത് ഉയരങ്ങളിലേക്ക് പറക്കാനാണ്. ആ സ്വാതന്ത്ര്യത്തെയാണ് അത് നഷ്ടപ്പെടുത്തിയ കൂട്ടിൽ ആയിരിക്കുന്നത്. പക്ഷെ പുറത്തു നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ എന്താ പറയുന്നത്? അതിനെന്തിൻ്റെ കുറവാ? സോ ബ്ലെസ്ഡ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതിൻ്റെ ചിറകുകളാണ് എന്ന് അതിനറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നതെന്നറിയാമോ? നമുക്ക് ദൈവം ഒത്തിരി താലന്തുകൾ തന്നിട്ടുണ്ട്, ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്നവരുടെ കൂടെ മാത്രമേ നിങ്ങൾ കൂട്ടുപിടിക്കാവൂ കേട്ടോ. നമ്മളെ തളർത്തുന്നവരുടെ കൂടെ നാം കൂട്ടുകൂടിയാൽ ആ സാഹചര്യങ്ങൾ നമ്മളെ തളർത്തും. ഒത്തിരി ഉയരത്തിലേക്ക് പറക്കേണ്ടവരാണ് നിങ്ങൾ, ഒത്തിരി കഴിവുകളുള്ളവരാണ് നിങ്ങൾ. പക്ഷേ നാം ഒരു റോങ് പ്ലേസിലാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സോ ബി അറ്റ് ദ വെരി റൈറ്റ് പ്ലേസ്. ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.